ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഗൈസ്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ ക്രാഫ്റ്റ്സ് ആണ്. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് അപ്പോൾ ഇതാ ഗൈസ്, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ ഒരു ക്രാഫ്റ്റ് വർക്ക്സ് ആണ്. കിൻഡർ ജോയ് കവർ കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. നമ്മുടെ പെൻഗ്വിനും ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനിങ്ങനെ നോക്കിയരം ഇത് പൊട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇത് ഞാൻ ഉണ്ടാക്കിയ ഹണി ബി ആണ്. അപ്പം അത് ഞാനിവിടെ ഫോണ് ചാർജിന് ഇവിടെയാണ് കുത്താറ്. എന്നിട്ട് ഫോൺ ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെക്കും. അപ്പോൾ ഫോൺ ഇവിടുന്ന് തട്ടി ഇതിൻ്റെ പെയിൻ്റൊക്കെ ഇളകി ഫുള്ള് നശിച്ചു. ഇനിയും ഞാൻ ഈ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചു എന്നുണ്ടെങ്കിൽ ഇത് മൊത്തം നശിക്കും. അങ്ങനെ നശിക്കാൻ നമ്മൾ സമ്മതിക്കാൻ പാടില്ലല്ലോ. കാരണം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം നശിക്കുമ്പോഴുള്ളൊരു സങ്കടಕ್ಕೆ താങ്ങാൻ പറ്റില്ല കേസ്. അങ്ങനെയൊന്നുമില്ല, ചുമ്മാ. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനൊക്കെ ഒന്ന് സ്റ്റാൻഡ് ഉണ്ടാക്കി എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതാ ഗൈസ്, നിങ്ങൾ കണ്ടല്ലോ ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ നശിച്ചു പോയി. അപ്പൊ ഞാൻ വിചാരിച്ചൊന്ന് സ്റ്റാൻഡ് ഉണ്ടാക്കി എടുക്കാന്ന്. അങ്ങനെ സ്റ്റാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലിൽ ഞാൻ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെയാണ് കേട്ടോ അപ്ലോഡ് ചെയ്യാറ്. അപ്പൊ ഇവിടെയും ഒക്കെ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് തന്നെയാണ് ഗൈസ്. ഇതൊക്കെ എൻ്റെ ക്രിയേറ്റീവ് ഐഡിയാസ് ആണ്. ഇതൊക്കെ ഉണ്ടാക്കിയതിന്റെ ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ കയറിയാൽ എല്ലാം കാണാൻ പറ്റും. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയത് കിൻഡർ ജോയ് കവർ കൊണ്ടാണ് ഗൈസ്. നമ്മുടെ ക്യൂട്ട് ടെഡി ബിയർ ഒക്കെ ഉണ്ട്. കിൻഡർ ജോയ് കവർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പൊ ഞാൻ അധികം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ഈ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കലാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ എന്തായാലും പോയി സ്റ്റാൻഡ് ഉണ്ടാക്കട്ടെ ഗൈസ്. അങ്ങനെ ദാഗേഷിന് ഐസ്ക്രീം സ്റ്റിക്സിനെ കൊണ്ടാണ് കേട്ടോ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് എടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ ഷേപ്പിൽ അതിന്റെ ചുറ്റും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന രീതിയിൽ അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇത് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഷേപ്പ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടൊന്ന് നോക്കണേ. നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഒട്ടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഷീറ്റിൽ ഇതിന്റെ ഷേപ്പ് ഇങ്ങനെ വരച്ചെടുത്തിട്ട് അത് ഒട്ടിച്ചു കൊടുത്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ സ്റ്റാൻഡ് ഉണ്ടാക്കൽ എന്തുകൊണ്ടും എനിക്കൊരു അത്യാവശ്യമായിരുന്നു ഗൈസ്. കാരണം ഇനിയും അത് ഞാൻ ഇങ്ങനെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ച് അത് നശിച്ചില്ലാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ യൂട്യൂബിൽ കുറേ സെർച്ച് ചെയ്തു സ്റ്റാൻഡ്സിന് വേണ്ടിയിട്ട്. പക്ഷേ ഒന്നും അങ്ങ് ശരിയാവുന്നുണ്ടായിട്ടില്ല. കാരണം യൂട്യൂബിൽ പറയുന്നത് ഒന്നിക്കൽ എൻ്റെ അടുത്ത് അതിൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാവുന്നുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ പിന്നെ അത് കുറച്ച് റിസ്കി ആയിട്ടുള്ള പണിയായിരുന്നു. അപ്പം ഒന്നും അങ്ങനെ ഒത്തു വരുന്നുണ്ടായിട്ടില്ല. പിന്നെ എന്തുകൊണ്ടും ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഐഡിയ എനിക്ക് തോന്നിയത് ഈ ഐസ്ക്രീം സ്റ്റിക്സിനെ കൊണ്ട് ഉണ്ടാക്കലാണ്. അപ്പോൾ അത് ഏകദേശം ഞാൻ ആ ഒരു ഷേപ്പ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മളിപ്പോൾ ആദ്യം ഉണ്ടാക്കിയിട്ടില്ലേ ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ടില്ലേ, അതേ രീതിയിൽ ഇനിയൊരു ഷേപ്പും കൂടി വേണം. അപ്പം ഞാൻ ആ രണ്ടും ഈക്വൽ ആയിട്ടുള്ള ഷേപ്പ് വേണ്ടത് കൊണ്ടുതന്നെ ഞാനത് എങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതേ ഷേപ്പിൻ്റെ മുകളിൽ ഞാനിവിടെ വെക്കുന്ന രീതിയിൽ ഐസ്ക്രീം സ്റ്റിക്സ് വെച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് അത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടും ഒരേ രീതിയിൽ കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പ് അങ്ങ് മാറി കിട്ടും. അപ്പം അത് ജോയിൻ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്തു കൊടുത്താൽ നമുക്ക് സിമ്പിളായിട്ട് അത് സെപ്പറേറ്റ് ചെയ്യാനും പറ്റും. ഇതെങ്ങനെ സെപ്പറേറ്റ് ചെയ്തെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അതാ ഗൈസ്, ഇവിടെ കണ്ടോ. ഇപ്പം ഞാൻ അത് മുകളിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നമുക്ക് രണ്ടും ഈക്വൽ ആയിട്ടുള്ള ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തത് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ കണ്ടോ, ഞാൻ അത് തിരിച്ചു മറിച്ച് എങ്ങനെ വെച്ചാലും നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടൂല. അതായത് ഈക്വൽ ആയിട്ട് കിട്ടൂല ഒരേ സൈസിൽ. ഇപ്പം ഇവിടെ ആ കൃത്യമായിട്ട് വെച്ചത് കൊണ്ട് ആ ഒരു സൈസിൽ കിട്ടി. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തേട്ടാ. ഇനി ഇതാ ഞാൻ അതിലേക്ക് ഫുള്ള് പെയിന്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ബ്ലാക്ക് കളറാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്. കാരണം എൻ്റെ ഈ ചുമര് വൈറ്റ് കളറാണ്. അപ്പോൾ വൈറ്റ് ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ബ്ലാക്ക് അടിച്ചു കൊടുക്കുവാണ് കേട്ടോ. ഞാൻ ഈ ക്രാഫ്റ്റ്സ് ഒക്കെ പല ദിവസമായിട്ടും പല സമയങ്ങളിലൊക്കെയാണ് എടുക്കല്. എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന ഡയലോഗ് തന്നെയാണ് ഇത്. അപ്പോൾ ഇവിടെയും ഞാൻ അങ്ങ് പറയും. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ കളർ വ്യത്യാസം വരുന്നുണ്ട്. അതായത് നേരത്തെ ഒരു ഡിം കളറായിരുന്നു, ഇപ്പോൾ കുറച്ച് ബ്രൈറ്റ് കളറായി. അപ്പം അങ്ങനെ കളർ വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഇവിടെ ഞാൻ ഉണ്ടാക്കിയ ആ രണ്ട് ഫ്രെയിംസിനും ഞാൻ പെയിന്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് എടുത്തിട്ട് അതിലേക്കും പെയിന്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാന്നുള്ളത് നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും. ആക്ച്വലി ഞാൻ ഇപ്പൊ പെയിന്റ് അടിച്ച രണ്ട് ഫ്രെയിംസിന് പെയിന്റ് അടിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ സ്റ്റിക്സ് ആദ്യം പെയിന്റ് അടിച്ച് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഈ മൂലയൊക്കെ പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ സിംഗിൾ സ്റ്റിക്സിന് ആദ്യം പെയിന്റ് അടിച്ചു
കൊടുത്തിട്ട് പിന്നെ ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചു. ഈ സ്റ്റിക്സും നമ്മൾ ഉണ്ടാക്കിയ ഫ്രെയിമിന് ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അങ്ങനെ ഇതാ കുറച്ച് സ്റ്റിക്സിന് ഇങ്ങനെ പെയിന്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കിത് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതായത് ഇത് രണ്ടും നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ അത് എവിടെയെങ്കിലും ഒന്ന് സപ്പോർട്ടിന് ഇങ്ങനെ വെച്ചിട്ട് അത് നമ്മളിപ്പോൾ പെയിന്റ് അടിച്ച സ്റ്റിക്സ് ഞാൻ എന്താ ഇതേമാതിരിയാണ് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള എല്ലാ സൈഡിലേക്കും. ഏകദേശം 10 സ്റ്റാൻഡ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ അവിടേക്ക് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ ആദ്യം ഞാൻ എല്ലാ സൈഡിലും ഓരോ സ്റ്റിക്ക് ഇവിടെ കാണുന്നുണ്ട്. ഒരു 3 പാർട്ടിലേക്ക് ഞാൻ ഓരോ സ്റ്റിക്ക് വെച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കത് സ്റ്റാൻഡായിട്ട് അങ്ങ് നിൽക്കും. അപ്പം നമുക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ സിമ്പിളായിട്ട് ഇതൊന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് സിമ്പിളായിട്ട് ഒട്ടിക്കാൻ പറ്റും. അങ്ങനെ എല്ലാ സൈഡിലേക്കും ഞാനത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. യെസ്, അങ്ങനെ ഇതാ ഗൈസ് നമ്മുടെ ഫ്രെയിം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാനത് ഇവിടെ ഒട്ടിക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. നമുക്ക് എന്തായാലും ഒട്ടിച്ചു കൊടുക്കാം. സ്റ്റിക്ക് ചെയ്യുന്ന കാട്ടിയും ബെസ്റ്റ് ആണി അടിച്ചിട്ട് വെച്ച് കൊടുക്കുന്നതാണ്. പക്ഷെ ഇവിടെ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഗൈസ്. ഇത് ഞാൻ ഗ്ലൂ ഡ്രോപ്സിനെ കൊണ്ട് സ്റ്റിക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡബിൾ സൈഡ് ടേപ്പ് മാതിരി തന്നെയാണ് ഇത്. പക്ഷെ അങ്ങനെ പെയിന്റ് ഒന്നും അങ്ങനെ വിട്ട് വരൂല കേട്ടോ. ഡബിൾ സൈഡ് ടേപ്പ് അങ്ങ് അത് പറിക്കുന്ന സമയത്ത് നമ്മുടെ പെയിന്റ് ഇളകി വരും. പക്ഷെ ഇതിനെ കൊണ്ടങ്ങ് പെയിന്റ് ഇളകി വരൂല. അപ്പൊ അതായത് അതിന്റെ കോർണറിൽ ഫുള്ളായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പിടിച്ചൊട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വെച്ചിട്ട് താഴെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്ത്. അതാ ഇവിടെ കണ്ടോ ഗൈസ്, ഞാൻ എല്ലാ സൈഡിലേക്കും ഗ്ലൂ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതൊന്ന് ചുമരിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇന്ന സമയത്ത് നല്ല പേടി ഉണ്ടായിരുന്നു. കാരണം ഇത് ഇളകി പോകാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെയും ടൈറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒട്ടിച്ചു കൊടുത്തേരം ഒരു കോർണർ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായി, വേറെ കോർണറെല്ലാം സെപ്പറേറ്റ് ആയിട്ടുണ്ടായിട്ടോ. അപ്പൊ എല്ലാ സൈഡിലേക്കും ഇങ്ങനെ പ്രസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്തത്. അങ്ങനെ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് ഓരോ സാധനങ്ങൾ വെച്ച് തുടങ്ങാം. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇത് ഞാൻ പേപ്പറിനെ കൊണ്ട് ഉണ്ടാക്കിയ റോസാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ആദ്യം വെച്ച് കൊടുക്കാം. ഇത് ഞാൻ മിഡലില് വെക്കാന്ന് വിചാരിക്കാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ, ഇതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഷോർട്ട് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ ഷോർട്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇതാ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് മുകളിൽ വെച്ച് കൊടുക്കാം. അടുത്തത് ഞാൻ ഉണ്ടാക്കിയ കിൻഡർ ജോയ് ക്രാഫ്റ്റ്സ് ആണ് കേട്ടോ ഞാൻ വെച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഇത് നമ്മുടെ മൊയലാണ്, കാണുന്നുണ്ടോ? കിൻഡർ ജോയ് കവർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പം ഇത് ഇവിടെ വെച്ചു കൊടുക്കാൻ തോന്നുന്നു. മൊയലുണ്ടെങ്കിൽ അതിൻ്റെ ഒരുമിച്ച് ആമ വേണ്ടേ? അപ്പൊ അതാ ആമ ഇതും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട്. മൊയലിന്റെ അടുത്തന്നെ ഇരിക്കട്ടെ ആമ. ഇനി ഇത് ഞാൻ ഉണ്ടാക്കിയ എലിയാണ് കേട്ടാ. അപ്പൊ അതാ ഇതും കൂടി വെച്ചു കൊടുക്കുന്നത്. ഇത് താഴത്തുണ്ടാവട്ടെ, ഇതത്ര മുകളിൽ വേണ്ട. പിന്നെ അടുത്തത് ഇതാ ബട്ടർഫ്ലൈ ആണ് ഗൈസ്. അപ്പൊ ഇതും കൂടി ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഫ്ലവറിന്റെ അടുത്താണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത്. ഫ്ലവറിന്റെ മുകളില് തേൻ കുടിക്കാനിരിക്കുന്ന ബട്ടർഫ്ലൈ. അടുത്തത് ഇത് നമ്മുടെ ലേഡി ബേർഡ്, അതും കൂടി വെച്ച്, യെസ് ലേഡി ബേർഡ്, ലേഡി ബേർഡ് അല്ലേ, എന്തോ ഒരു സാധനം, അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഇതും ഞാൻ നമ്മുടെ എലീൻ്റെ അടുത്ത് വെച്ച് കൊടുക്കാൻ വെച്ചിരിക്കും, അവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മുടെ പെൻഗ്വിൻ ഉണ്ട്, ടെഡി ബെയർ ഉണ്ട്. ഇതൊക്കെ ഞാൻ കിൻഡർ ജോയിനെ കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇത് യൂണിക്കോൺ ഉണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ വെച്ച് കൊടുക്കാണ്. കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ സോപ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഒരു സോപ്പ് വേസ്റ്റ് ആയി ഗൈസ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഞാൻ പിന്നെ അയക്കാനൊന്നും പോയിട്ടില്ല. ഇത് എന്താ പറയാ, സോപ്പ് യൂസ് ചെയ്യാനൊന്നും പോയിട്ടില്ല. ഇങ്ങനെ ഇരിക്കട്ടെ വിചാരിച്ചു. അപ്പോൾ ഇത് ഏകദേശം കുറച്ച് വെയിറ്റ് ഉള്ള സാധനമാണ് കേട്ടോ. വെയിറ്റ് ഉള്ളത് എനിക്ക് ഇതിന്റെ മുകളിൽ വെക്കാൻ നല്ല പേടിയുണ്ട്. കാരണം ഗ്ലൂനെ കൊണ്ടാണ് ഇത് ഒട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതെപ്പോ വീണ് പോകുമെന്ന് എനിക്കറിയില്ല. അപ്പൊ വീഴുന്ന വരെ നല്ല രീതിയിലുണ്ടാവും. അതുകൊണ്ട് തന്നെ വെയിറ്റ് ഉള്ള സാധനം വെക്കാൻ വേണ്ടി ചെറിയ പേടിയുണ്ട്. അപ്പൊ ഇത് വീഡിയോന് വേണ്ടി മാത്രം ഞാൻ ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതെടുത്ത് മാറ്റുന്നതായിരിക്കും ഗൈസ്. അപ്പൊ അതവിടെ ഇരിക്കട്ടെ.
ഇനി ഞാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരട്ടെ. ഫ്ലവറും ഫ്ലവർ വാസ് ആണ്. ഇതൊക്കെ കുറച്ച് ഇവിടൊക്കെ പോയിട്ടുണ്ട് ഗൈസ്, പൊട്ടിയിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ അങ്ങനെ ഇതിൽ വെക്കുന്നില്ല, വീഡിയോന് വേണ്ടിയിട്ട് മാത്രം ഞാൻ വെക്കാം. പിന്നെ ഉള്ളത് നമ്മുടെ ഞാൻ മാജിക് ആയിട്ട് ഉണ്ടാക്കിയ ഒരു ക്രാഫ്റ്റ് ആണ്. അപ്പം അതും കൂടി ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതെന്തായാലും മിഡലിൽ ഇങ്ങനെ കയറൂല ഗൈസ്, അതുകൊണ്ട് മുകളിൽ വെച്ച് കൊടുക്കാന്നാണ് വിചാരിച്ചത്. ഇവിടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ബോട്ടിൽ ആർട്ടും കൂടി ഉണ്ട്. അപ്പൊ ഇത് ഞാൻ എന്തായാലും ഇതിൽ വെക്കുന്നില്ല, ഇപ്പൊ വീഡിയോന് വേണ്ടി മാത്രം വെക്കുന്നതാണ്. കാരണം ഏകദേശം നല്ല വെയിറ്റ് ഉള്ള സാധനമാണ്. പൊട്ടി വീണാ പിന്നെ എന്റെ എല്ലാ ക്രാഫ്റ്റും നശിക്കും ഗൈസ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇപ്പോഴത്തേക്ക് മാത്രം ഇവിടെ വെച്ചു കൊടുക്കാണ് കേട്ടാ. അത് വെക്കുമ്പോ തന്നെ ഏകദേശം നല്ല വെയിറ്റ് ആയിട്ടുണ്ട്. എപ്പാ ഇത് വിൽക്കുകയെന്നറിയില്ല. അപ്പൊ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഞാൻ ഇങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടാ. അപ്പൊ ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ, സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫ്രെയിമാണ്, ഐ മീൻ സ്റ്റാൻഡാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തേലും ഇതേമാതിരി വെക്കേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ സ്റ്റാൻഡിലൊക്കെ വെക്കാൻ പറ്റും. അപ്പൊ അവിടെ ഒരു കോളം ബാക്കിയുണ്ട്, അവിടെയും നമുക്ക് ഫിൽ ചെയ്യാം എന്തേലും ഉണ്ടാക്കിയിട്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ ഗൈസ്. പിന്നെ എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ഇടണേ. പിന്നെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.